എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024-2025 നടക്കുന്ന 10th പ്രിലിംസിന്റെ ഡേ 14 വർക്ക്ഔട്ട് ചലഞ്ചിലേക്ക് നമ്മൾ കടക്കാണ്. അപ്പൊ ഇന്ന് 14ാമത്തെ ദിവസമാണ്. 14ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിസിക്കൽ സയൻസ് ആണ്. നമുക്കറിയാം ഫിസിക്കൽ സയൻസിനകത്ത് വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പോർഷൻ ആണ് ശബ്ദം എന്ന് പറയുന്നത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും 2022-ലും 2023, 2024-ലും നടന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ശബ്ദം എന്ന ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളുടെ ഒരു പാക്കേജ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ക്ലാസ് ആദ്യം അവസാനം വരെ കാണുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്: സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഡാഷ് സമയം മതിയാകും. ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. സൂര്യനിൽ നിന്ന് പ്രകാശത്തിന് അല്ലെങ്കിൽ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയം വേണ്ടിവരും? ഓപ്ഷൻ ഡി ആണ് 8.2 മിനിറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ ആവശ്യമായ സമയം 8.2 സെക്കൻഡ് അല്ലെങ്കിൽ 8.2 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് 20 സെക്കൻഡ്. ഇനി അങ്ങനെയല്ല, ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയം വേണ്ടി വരുമെന്ന് ചോദിച്ചാൽ അത് 1.3 സെക്കൻഡ് ആണ്. തിരിഞ്ഞു പോകരുത്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ ആവശ്യമായ സമയം 8.2 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് 20 സെക്കൻഡ്. അതല്ല, ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശമാണ് ഭൂമിയിൽ എത്താൻ എത്ര സമയം വേണ്ടി വരും എന്നുള്ള ഒരു ചോദ്യം വന്നാൽ അത് 1.3 സെക്കൻഡ് ആണ്. ഇനി മറ്റൊന്നാണ് പ്രകാശത്തിന്റെ വേഗത. എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രകാശത്തിന്റെ വേഗത. അല്ലെങ്കിൽ പ്രകാശത്തിന്റെ വേഗത എപ്പോഴാണ് ഏറ്റവും കൂടുതൽ, എപ്പോഴാണ് ഏറ്റവും കുറവ്, അങ്ങനെയൊക്കെ പല രീതിയിൽ ഈ ഒരു ചോദ്യം വരാം. അപ്പൊ പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? അത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത, അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത എന്ന് ഓർത്തിരിക്കാം. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം വരാം: പ്രകാശത്തെക്കാൾ വേഗതയുള്ള ഒരു കണം ഉണ്ടോ? പ്രകാശത്തെക്കാൾ വേഗതയുള്ള ഒരു കണമുണ്ടോ? കണമുണ്ട്. ആ കണത്തിന്റെ പേരെന്താണ്? ടാക്കിയോൺസ് എന്നാണ്. ടാക്കിയോൺസ്. അപ്പം പ്രകാശത്തെക്കാൾ വേഗതയുള്ള കണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ടാക്കിയോൺസ് ആണ്. അപ്പൊ മറ്റൊരു ചോദ്യം: ടാക്കിയോൺസ് കണ്ടുപിടിച്ചത് ആര്? ആരാണ് ടാക്കിയോൺസ് കണ്ടുപിടിച്ചത്? അത് ECG സുദർശൻ ആണ്. ECG സുദർശൻ ആണ് ഈ ഒരു ടാക്കിയോൺസ് എന്ന കണം കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. പ്രകാശത്തെക്കാൾ വേഗത കൂടിയ കണമുണ്ടോ? ഉണ്ട്. ടാക്കിയോൺസ് ആണ്. ടാക്കിയോൺസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ECG സുദർശൻ ആണ്. അങ്ങനെയെങ്കിൽ പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് എന്താണ്? പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റുകൾ എല്ലാവർക്കും അറിയാം. 1 ആംസ്ട്രോങ് ആണ്, 2 മീറ്റർ, 3 നാനോമീറ്റർ. ഇതെല്ലാം പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റുകളാണ്. അപ്പൊ പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റുകൾ ആംസ്ട്രോങ്, മീറ്റർ, നാനോമീറ്റർ. ഈ 3 എണ്ണം ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് അത് ക്യാൻഡലയാണ്. ക്യാൻഡലയാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ക്യാൻഡലയാണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം: പ്രകാശത്തിന്റെ തീവ്രത ആശ്രയിച്ചിരിക്കുന്നത് എന്തിനെയാണ്? പ്രകാശ തരംഗത്തിന്റെ ആയതിയെയാണ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിനെയാണ് പ്രകാശത്തിന്റെ തീവ്രത ആശ്രയിച്ചിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാലോ. അങ്ങനെയെങ്കിൽ മറ്റൊരെണ്ണം: പ്രകാശത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് എന്താ? ഒപ്റ്റിക്സ് എന്നാണ്. ഒപ്റ്റിക്സ്. പ്രകാശത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഒപ്റ്റിക്സ് എന്നാണ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണോ? ആവശ്യമല്ല. പ്രകാശം സഞ്ചരിക്കാൻ അല്ലെങ്കിൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമത്തിന്റെ ആവശ്യമില്ല. ഇത് പറയുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ ശബ്ദത്തിന്റെ പ്രത്യേകതകളോട് ഓർത്തിരിക്കുക. രണ്ടുകൂടെ കൺഫ്യൂസ് ആയി പോകരുത്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശത്തിന്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആൽബർട്ട് എ മൈക്കൽസൺ ആണ്. ആൽബർട്ട് എ മൈക്കൽസൺ. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യമാണ്: പ്രകാശത്തിന്റെ അടിസ്ഥാന കണമായ ക്വാണ്ടം അറിയപ്പെടുന്നത്? ക്വാണ്ടം നമ്പേഴ്സ് അല്ലെ? ക്വാണ്ടം അറിയപ്പെടുന്ന പേരെന്താണ്? ഫോട്ടോൺസ് എന്നാണ്. പ്രകാശത്തിന്റെ അടിസ്ഥാന കണമായ ക്വാണ്ടം അറിയപ്പെടുന്ന പേര് ഫോട്ടോണുകൾ എന്നാണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം ഇതാണ്:
പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വന്ന് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. ക്രിസ്റ്റ്യൻ ഹൈജൻസ്. മറ്റൊരു ചോദ്യം, വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി. നമ്മൾ പറഞ്ഞായിരുന്നു തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റുകൾ എന്തൊക്കെയായിരുന്നു? ആംസ്ട്രോങ് പറഞ്ഞു, മീറ്റർ പറഞ്ഞു, നാനോമീറ്റർ പറഞ്ഞു. ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് ഓർത്തിരുന്നോണം. ഇനി പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. മുമ്പത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഹെൻറിച്ച് ഹെർട്സ്. അങ്ങനെയെങ്കിൽ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ്. മാക്സ് പ്ലാങ്ക്. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം, പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? എല്ലാവർക്കും അറിയാം പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. 1675. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണോ? നമുക്ക് ഒന്നുകൂടെ പറയാം, പഠിച്ചു തന്നെ പൊയ്ക്കോളുക. ഒന്നുകൂടെ പറയാണ്, സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ ആവശ്യമായ സമയം 8.2 നിങ്ങളുടെ മനസ്സിൽ വരണം. ഞാൻ ചോദ്യം വായിക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ അതിന് ഉത്തരം വരണം. 8.2. അങ്ങനെയെങ്കിൽ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ ആവശ്യമായ സമയം എത്ര? ശരിയാ, എത്ര? 1.3 സെക്കൻഡ് ആണ്. 1.3 സെക്കൻഡ്. പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. വേഗത മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ പ്രകാശത്തിന്റെ അടിസ്ഥാന കണം അറിയപ്പെടുന്ന പേര് ഫോട്ടോൺസ്. പ്രകാശത്തിന്റെ അടിസ്ഥാന കണം അറിയപ്പെടുന്ന പേര് ഫോട്ടോൺസ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണോ? അല്ല. പ്രസ്താവന ചോദ്യമായിട്ട് വരാവുന്ന ഒരു പ്രസ്താവനയാണിത്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമത്തിന്റെ ആവശ്യമില്ല. പ്രകാശത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഓപ്റ്റിക്സ്. പ്രകാശത്തിന്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? അത് ആൽബർട്ട് എ മൈക്കൽസൺ ആണ്. ആൽബർട്ട് എ മൈക്കൽസൺ. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം, പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? തെറ്റിപ്പോവല്ലേ, പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തമാ ചോദിച്ചത്. ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. ക്രിസ്റ്റ്യൻ ഹൈജൻസ്. തരംഗം ഹൈ അങ്ങനെ ഓർത്താ മതി. ക്രിസ്റ്റ്യൻ ഹൈജൻസ്. അങ്ങനെയെങ്കിൽ പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ 1675. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. രണ്ടുകൂടെ തിരിഞ്ഞു പോവരുത്, ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ജെയിംസ് ക്ലാർക്ക് മാക്സ് ആണ്. ജെയിംസ് ക്ലാർക്ക് മാക്സ് ആണ്. അങ്ങനെയെങ്കിൽ പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണോ എന്ന് തെളിയിച്ചത് ആരാണ്? അത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഹെൻറിച്ച് ഹെർട്സ്. ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ്. മാക്സ് പ്ലാങ്ക്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിരിക്കണേ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ പ്രവേഗം എത്ര? വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ പ്രവേഗം എത്ര? ഓപ്ഷൻ എ 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ സി 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ഡി 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. നമുക്കറിയാം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കില്ല. അപ്പൊ ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ഡി ആണ് 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ എക്സാമിന് വരുമോ? വരും. ഇത് ഇങ്ങനെ തന്നെ ഒരു ബോക്സിനകത്ത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്
മാധ്യമവും അതിന്റെ പ്രകാശവേഗവും. മാധ്യമവും പ്രകാശവേഗവും ക്ലിയർ ആയിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിക്കുക. ശൂന്യതയിൽ എത്രയാണ്? 3 × 10⁸ m/s. നമുക്കറിയാം ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗം 3 × 10⁸ m/s ആണ്. ജലത്തിൽ എത്രയാണ്? 2.25 × 10⁸ m/s. ഗ്ലാസ്സിലാണെങ്കിൽ 2 × 10⁸ m/s ആണ്. വജ്രത്തിലാണെങ്കിൽ 1.25 × 10⁸ m/s. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് മറ്റു കാര്യങ്ങളൂടെ നമുക്ക് പഠിക്കാലോ. എന്തൊക്കെയാ? പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കുറവ് എവിടെയാണ്? പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കുറവ് എവിടെയാണ്? ശൂന്യതയിലാണ്. എന്നാൽ പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന എവിടെയാണ്? നമ്മളിപ്പോൾ കണ്ടു പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ശൂന്യതയിലാണ് അല്ലെ? 3 × 10⁸ m/s. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. എന്നാൽ പ്രകാശം ഏറ്റവും കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? വജ്രത്തിലാണ്. 1.25 × 10⁸ m/s. വജ്രത്തിലൂടെ പ്രകാശത്തിന്റെ വേഗത. അങ്ങനെയെങ്കിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? അത് വജ്രമാണ്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ? ഒന്നുമില്ല, ഇങ്ങനെ ഓർത്താൽ മതി. പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിൽ. അങ്ങനെയെങ്കിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ്. ഇനി അടുത്തത് പറയുന്നത് പ്രകാശ വേഗത ഏറ്റവും കുറവ് വജ്രത്തിലാണ്. അങ്ങനെയെങ്കിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? അത് വജ്രമാണ്. കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആണ്, ഓർത്തിരുന്നോണം, മറന്നു പോകരുത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഓപ്ഷൻ എ ഫ്ലിന്റ് ഗ്ലാസ്, ഓപ്ഷൻ ഡി സോഡ ഗ്ലാസ്, ഓപ്ഷൻ സി ഹാർഡ് ഗ്ലാസ്, ഓപ്ഷൻ ഡി ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഏതാണ്? സോഡ ഗ്ലാസ് അല്ല, ഹാർഡ് ഗ്ലാസ് അല്ല, ബോറോസിലിക്കേറ്റ് അല്ല, നമുക്കറിയാം. പിന്നെ ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിന്റ് ഗ്ലാസ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഗ്ലാസുകളും അവയുടെ ഉപയോഗങ്ങളും പഠിക്കണമല്ലോ. ഒന്നാമത്തത് സോഡ ഗ്ലാസ് അല്ലെങ്കിൽ സോഡ ലൈം ഗ്ലാസ് എന്ന് പറയാം, അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് എന്ന് പറയാം. ഇതെല്ലാം എന്തിനു ഉപയോഗിക്കുന്നതാണ്? ഒന്ന്, ജനപ്പാളികൾ, ദർപ്പണങ്ങൾ അല്ലെങ്കിൽ ബോട്ടിലുകൾ, ഇവയെല്ലാം നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ സോഡ ലൈം ഗ്ലാസ് അല്ലെങ്കിൽ സോഡ ഗ്ലാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തത് ഹാർഡ് ഗ്ലാസ്. എന്തിനു വേണ്ടിയാണ് ഹാർഡ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്? ലബോറട്ടറി ഉപകരണങ്ങൾ അല്ലെ, പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത തരത്തിലുള്ള ലബോറട്ടറി ഉപകരണങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഹാർഡ് ഗ്ലാസ്. അങ്ങനെയെങ്കിൽ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ പൈറക്സ് ഗ്ലാസ് എന്തിനാണ്? അതും ലബോറട്ടറി ഉപകരണങ്ങൾക്കും പാചക പാത്രങ്ങളിലുമാണ് ബോറോസിലിക്കേറ്റ്. നമ്മൾ ചില ഗ്ലാസ് എടുത്താൽ അതിന്റെ അടിയിൽ എഴുതി വെച്ചേക്കുന്നതാണ് അല്ലെ ബോറോസിലിക്കേറ്റ്. അപ്പൊ ബോറോസിലിക്കേറ്റ് എന്തിനു വേണ്ടിയാണ്? ലബോറട്ടറി ഉപകരണങ്ങൾ, പാചക പാത്രങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയാണ്. ഇനി ഫ്ലിന്റ് ഗ്ലാസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഗ്ലാസ് അല്ലെങ്കിൽ ലെഡ് ഗ്ലാസ്. ഈ ഫ്ലിന്റ് ഗ്ലാസിന്റെ തന്നെ മറ്റു പേരാണ് ഒപ്റ്റിക്കൽ ഗ്ലാസും ലെഡ് ഗ്ലാസും. ഇവയെല്ലാം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ലെൻസുകളും പ്രിസങ്ങളും നിർമ്മിക്കാൻ വേണ്ടിയാണ്. ലെൻസുകളും പ്രിസങ്ങളും നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫ്ലിന്റ് ഗ്ലാസ്, ഒപ്റ്റിക്കൽ ഗ്ലാസ് അല്ലെങ്കിൽ ലെഡ് ഗ്ലാസ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ സോഡ ഗ്ലാസ് ഓർത്തിരിക്കാം, ഫ്ലിന്റ് ഗ്ലാസ് ഓർത്തിരിക്കാം, ബോറോസിലിക്കേറ്റ്, ഹാർഡ് ഗ്ലാസ്. ഇത്രയും ഗ്ലാസുകളും അവയുടെ ഉപയോഗങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കാം. അടുത്തത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രകാശം കടന്നു പോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? നിങ്ങൾ ആ ചിത്രം കണ്ടല്ലോ. ഒന്നാമത്തെ ഒരു മിറർ വെച്ചിട്ടുണ്ട്, 2, 3. ഈ 3 വസ്തുക്കൾ ഒരു സുതാര്യ വസ്തുക്കളാണ്. ഈ സുതാര്യ വസ്തുക്കളിൽ പ്രകാശം കടന്നു പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും 1ഉം 2ഉം ഏകദേശം ഒരുപോലാണ്. പക്ഷെ 3ൽ അങ്ങനാണോ? അല്ല. അപ്പൊ ഇതിൽ നിന്നും ശരിയായ പ്രസ്താവന ഏതെന്നാ ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തത്, 1 എന്ന് പറയുന്നത് ഗ്ലാസ് ഷീറ്റ് ആണ്, 2 കോൺകേവ് ലെൻസ് ആണ്, 3 കോൺവെക്സ് ലെൻസ് ആണ്. ബി പറയുന്നത് ഒരു ഗ്ലാസ് ഷീറ്റ്, ഒന്നാമത്തത് ഗ്ലാസ് ഷീറ്റ് ആണ്, രണ്ടാമത്തത് കോൺവെക്സ് ലെൻസ് ആണ്, മൂന്നാമത്തത് കോൺകേവ് ലെൻസ് ആണ്. 3, 1 കോൺവെക്സ് ലെൻസ്, 2 ഗ്ലാസ് ഷീറ്റ്, 3 കോൺകേവ് ലെൻസ്, 4, 1 കോൺകേവ് ലെൻസ്, 2 കോൺവെക്സ് ലെൻസ്, 2 ഗ്ലാസ് ഷീറ്റ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് മനസ്സിലാവും. ഒന്നാമത്തത് എന്തായിരിക്കും? ഗ്ലാസ് ഷീറ്റ് ആയിരിക്കും അല്ലെ? കാരണം പ്രകാശം കടന്നു പോകുമ്പോൾ അവിടെ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പൊ ഒന്നാമത്തത് ഗ്ലാസ് ഷീറ്റ് തന്നെ ആയിരിക്കും, ഗ്ലാസ് ഷീറ്റ്. രണ്ടാമത് നോക്കൂ, രണ്ടാമത്തെ എന്താണ്?
ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് ആണ്. മൂന്നാമത്തത് കോൺകേവ് ലെൻസ് ആണ്. ഞാൻ ഇവിടെ ഉത്തരം നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ഷീറ്റ് ആണ്, 2 കോൺവെക്സ് ലെൻസ് ആണ്, 3 കോൺകേവ് ലെൻസ് ആണ്. ഇനി എങ്ങനെയായിരിക്കും ഇത് വന്നത്? നമുക്ക് അറിയണമല്ലോ എന്താണ് കോൺവെക്സ് ലെൻസ്, എന്താണ് കോൺകേവ് ലെൻസ് എന്നൊക്കെ. കോൺവെക്സ് ലെൻസ് എന്താണെന്ന് ചോദിച്ചാൽ മധ്യഭാഗം കട്ടി കൂടിയതും അഗ്രങ്ങൾ ഇടുങ്ങിയതുമായ ലെൻസ് ആണ്. മധ്യഭാഗത്ത് കട്ടി കൂടുതലും അതിന്റെ അഗ്രങ്ങൾ എന്താണ്, കട്ടി കുറഞ്ഞതുമായിട്ടുള്ള ലെൻസിനെയാണ്, ഇടുങ്ങിയതുമായിട്ടുള്ള ലെൻസിനെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഇതിനെ ഉത്തല ലെൻസും എന്ന് അറിയപ്പെടുന്നു. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉത്തല ലെൻസ്. അപ്പൊ കോൺവെക്സ് ലെൻസ് എന്താണ്? മധ്യഭാഗം കട്ടി കൂടിയതും അഗ്രങ്ങൾ ഇടുങ്ങിയതുമായ ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ കോൺകേവ് ലെൻസ് കൂടെ പറഞ്ഞു പോട്ടെ. കോൺകേവ് ലെൻസ് അപ്പോൾ എന്താണ്? ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. മധ്യഭാഗം ഇടുങ്ങിയതും അഗ്രഭാഗങ്ങൾ കട്ടി കൂടിയതുമായ ലെൻസ് ആണ് എന്ത്? കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. കോൺകേവ്, കോൺവെക്സ് എന്ന് പറയുന്നത് മധ്യഭാഗം കട്ടി കൂടിയതും അഗ്രങ്ങൾ ഇടുങ്ങിയതുമായ ലെൻസ് ആണ്. ഇനി കോൺവെക്സ് ലെൻസ് നമ്മൾ പറഞ്ഞു. ഉത്തല ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അങ്ങനെയെങ്കിൽ അവതല ലെൻസ് എന്നറിയപ്പെടുന്നത്, അവതല ലെൻസ് എന്നറിയപ്പെടുന്നത് എന്താണ്? അത് കോൺകേവ് ലെൻസ് ആണ്. ഉത്തല ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണ് എങ്കിൽ അവതല ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഇത് ഡിഫറൻഷിയേറ്റ് അങ്ങ് പറയുന്നത് നിങ്ങൾക്ക് അന്നേരം തന്നെ അങ്ങ് പഠിച്ചു പോകാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പരസ്പരം അടുപ്പിക്കുന്ന ലെൻസിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? കോൺവെക്സ് ലെൻസ്. നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇവിടെ കാണുമ്പോൾ മനസ്സിലാവത്തില്ലേ? പരസ്പരം അടുപ്പിക്കുന്ന ലെൻസ് ഏതാണ്? കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അങ്ങനെയെങ്കിൽ കോൺകേവ് ലെൻസ് എന്താണ്? പ്രകാശരശ്മികളെ പരസ്പരം അകലിപ്പിക്കുകയാണ് അല്ലെ, അകറ്റുന്നത് ഏതാണ്? അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. ഇനി സംവ്രജന ലെൻസ് അല്ലെങ്കിൽ കൺവേർജിംഗ് ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസ് ആണ് എങ്കിൽ കോൺകേവ് ലെൻസ് എങ്ങനെ അറിയപ്പെടുന്നത്? വിവ്രജന ലെൻസ്. വിവ്രജന ലെൻസ് അല്ലെങ്കിൽ ഡൈവേർജിംഗ് ലെൻസ് എന്നറിയപ്പെടുന്നു. വിവ്രജന ലെൻസ് അല്ലെങ്കിൽ ഡൈവേർജിംഗ് ലെൻസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കോൺകേവ് ആണ്. കോൺവെക്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? സംവ്രജന ലെൻസ് അല്ലെങ്കിൽ കൺവേർജിംഗ് ലെൻസ്. സി പോലല്ലേ ഇത് വരുന്നത്, അങ്ങനെ ഓർത്താൽ മതി. സി പോലെ വരും അല്ലേ. അപ്പം കൺവേർജിംഗ് ലെൻസ്. ഇനി കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം എങ്ങനെയാണ്? യഥാർത്ഥവും തലകീഴായതും മിഥ്യയും നിവർന്നതുമായിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. എങ്ങനെയൊക്കെയാണ് വരുന്നത്? യഥാർത്ഥമായിരിക്കും, തലകീഴായതായിരിക്കും, മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും. ഇനി നേരെ തിരിച്ച് കോൺകേവിലാണ് ഇത് വരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? വിർച്വലും എറിക്റ്റുമായിരിക്കും. വിർച്വലും എറക്റ്റും അല്ലെങ്കിൽ മിഥ്യയും നിവർന്നതുമായിരിക്കും. ഇനി ഇതിനകത്ത് പറയുന്നത് കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരെണ്ണമാണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോൺവെക്സ് ലെൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ ഇത് ഫാക്ട്സ് ആയിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെടുന്നതാണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? അത് കോൺകേവ് ലെൻസ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മൾ കോൺകേവ് ലെൻസിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ, കാരണം നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റേതിൽ നിന്ന് ആ ഉത്തരം കിട്ടിയല്ലോ. ആദ്യത്തേത് ഗ്ലാസ് ആണ്, രണ്ടാമത്തെ അല്ലെങ്കിൽ ഗ്ലാസ് ഷീറ്റ് ആണ്, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺവെക്സ് ആണ്, മൂന്നാമത്തെ എന്താണ്? കോൺകേവ് ആണ്. ക്ലിയർ ആയല്ലോ ഇപ്പൊ എന്തുകൊണ്ടാണ് അത് വന്നേന്ന്. ഇനി കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഒന്ന് പറഞ്ഞു, ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ദീർഘദൃഷ്ടിയിൽ ഉപയോഗിക്കുന്നതാണ് കോൺവെക്സ് ലെൻസ്. രണ്ടാമത്തതാണ് വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? അത് കോൺവെക്സ് ലെൻസ് ആണ്. മാഗ്നിഫൈയിങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ബേണിംഗ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ലെൻസ് അതും കോൺവെക്സ് ലെൻസ് ആണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്.
ടി വി, ക്യാമറ, പ്രൊജക്ടർ, മൾട്ടി ജംഗ്ഷൻ സോളാർ സെല്ലുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? അതും കോൺവെക്സ് ലെൻസ് ആണ്. അങ്ങനെയെങ്കിൽ കോൺകേവ് ലെൻസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ മയോപ്പിയ പറഞ്ഞു അല്ലെ, ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞു. മറ്റൊന്നാണ് നമ്മൾ വാതിലിലേക്ക് ആരെങ്കിലും വന്നോ നോക്കാൻ വേണ്ടി സ്പൈ ഹോൾ നോക്കും അല്ലെ, ഈ സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? അതും കോൺകേവ് ലെൻസ് ആണ്. ഗലീലിയൻ ടെലിസ്കോപ്പിൽ ഐ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതും കോൺകേവ് ലെൻസ് ആണെന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയോ? കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. അവയുടെ ഉപയോഗങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കാം. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം ഇതാണ്, ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം എഫും പവർ പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? നമ്മൾ ഇത് SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളതാണ്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് എന്താണ്? എഫ് ആണ്. ഇവ തമ്മിൽ അല്ലെങ്കിൽ പവറും, അടുത്തത് പവർ, ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം എഫ് ആയിട്ടും അതിന്റെ പവർ പി യു ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം എന്താണ്? P is equal to 1/f എന്നാണ്. P is equal to 1/f. അപ്പൊ ഇതിനകത്ത് P is equal to 1/f ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ P is equal to 1/f ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഈ 1/f കണ്ടെത്താൻ വേണ്ടി മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അതിപ്പോൾ ലെൻസ് ആണ് എങ്കിൽ അത് ഓർത്തിരുന്നാൽ മതി. ലെൻസ് ആണ് എങ്കിൽ 1/f is equal to 1/v minus 1/u ആയിരിക്കും. ഇനി അതല്ല, ദർപ്പണം അല്ലെങ്കിൽ മിറർ ആണ് എങ്കിൽ ഈ മൈനസ് മാറി അവിടെ പ്ലസ് ആവും. 1/f is equal to എന്താണ് വരുന്നത്? 1/f is equal to 1/v plus 1/u ആയിട്ട് മാറും. ഇത്ര ഓർത്തിരുന്നോണേ. ഇതിന്റെ കൂടി പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യണം. ലെൻസ് ആണെങ്കിൽ 1/f is equal to 1/v minus 1/u. അതല്ല, ദർപ്പണം അല്ലെങ്കിൽ മിറർ ആണെങ്കിൽ 1/f is equal to 1/v plus 1/u ആയിരിക്കും. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തന്നിട്ടുണ്ട് എങ്കിൽ പവർ എങ്ങനെയാണ്? P is equal to 1/f ആണ്. പവർ തന്നിട്ടുണ്ടെങ്കിൽ ഫോക്കസ് എന്താണ്? P is equal to 1/f ആണ്. ഓർക്കാലോ? അങ്ങനെയെങ്കിൽ അടുത്തത്, ഒരു ലെൻസിന് പ്രകാശത്തെ സംവ്രജിപ്പിക്കാനോ വിവ്രജിപ്പിക്കാനോ പറ്റത്തില്ല അല്ലെ, കൺവേർജ് ചെയ്യാനോ ഡൈവേർജ് ചെയ്യാനോ ഉള്ള ശേഷിയാണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. അപ്പൊ പവർ എന്താണ്? ഒരു ലെൻസിന് പ്രകാശത്തെ കൺവേർജ് ചെയ്യാനോ ഡൈവേർജ് ചെയ്യാനോ ഉള്ള ശേഷി നമ്മൾ പറയുന്നുണ്ട്. കോൺകേവ് എന്താണ്? കോൺകേവ് എന്ന് പറയുന്നത് ഡൈവേർജിങ് ലെൻസ് ആണ്. മറ്റേ കോൺവെക്സ് എന്ന് പറയുന്നത് എന്താണ്? കോൺവെക്സ് എന്ന് പറയുന്നത് കൺവേർജിങ് ലെൻസ് ആണ് അല്ലെ. ഇതെല്ലാം നമ്മൾ പറയുന്നത്. അപ്പം ഇതിനെ ഉള്ള ആ ഒരു ശേഷിയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. പവർ അല്ലെങ്കിൽ P. ഇനി ഫോക്കസ് ദൂരത്തിന്റെ വ്യുൽക്രമമാണ് ലെൻസിന്റെ പവർ. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. P is equal to 1/f ആണ്. ഇനി ലെൻസിന്റെ പവർ അളക്കുവാനുള്ള യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡയോപ്റ്റർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ D ആണ്. ലെൻസിന്റെ പവർ അളക്കാനുള്ള യൂണിറ്റ് ഡയോപ്റ്റർ ആണ്, മറന്നു പോകരുത്. ലെൻസിന്റെ പവർ അളക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡയോപ്റ്റർ. ഇനി കോൺവെക്സ് ലെൻസിന്റെ പവർ എന്തായിരിക്കും? കോൺവെക്സ് ലെൻസിന്റെ പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ പവർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കാം. കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവും കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവുമാണ്. അങ്ങനെയെങ്കിൽ കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എന്തായിരിക്കും? കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരവും നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം പോസിറ്റീവ് ആയിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നോണേ. ഇനി ഒരു ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിനും മുഖ്യ ഫോക്കസിനും ഇടയിലുള്ള ദൂരത്തെയാണ് എന്തെന്ന് പറയുന്നത്? F അല്ലെങ്കിൽ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഒരു കോൺവെക്സ് ലെൻസ് ജലത്തിൽ വെക്കുമ്പോൾ അതിന്റെ ഫോക്കസ് ദൂരം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓർത്തിരുന്നോണം, ഒരു കോൺവെക്സ് ലെൻസ് നമ്മൾ ജലത്തിൽ വെക്കുകയാണ് എങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരം കൂടുകയാണ് ചെയ്യുന്നത്. ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യമാണ് നമ്മൾ പറഞ്ഞത് 1/f is equal to 1/v minus 1/u. അതിൽ v എന്താണെന്ന് ചോദിച്ചാൽ ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ്. u എന്താണെന്ന് ചോദിച്ചാൽ ലെൻസിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഇത് ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം ഏതിനെയാണ് പറഞ്ഞത്? ലെൻസിലെയാണ് പറഞ്ഞത്. ദർപ്പണമാണെങ്കിൽ എന്ത് ചെയ്യണം? 1/f is equal to 1/v plus 1/u ചെയ്താൽ മതി. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്,
ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ആണ് എങ്കിൽ പ്രതിപതന കോൺ എത്രയായിരിക്കും? ഒരു നോർമൽ ലൈൻ ഉണ്ട്, ഒരു പതനകോൺ ഉണ്ട്, ഒരു പ്രതിപതന കോൺ ഉണ്ട് അല്ലെ. ഇവിടെ പതനകോൺ 60 ഡിഗ്രി ആണ് എങ്കിൽ പ്രതിപതന കോൺ എത്ര ആയിരിക്കും എന്നാ ചോദിച്ചേക്കുന്നത്. എത്രയായിരിക്കും? ഓപ്ഷൻ ബി 60 ഡിഗ്രിയാ. കാരണം പതനകോണും പ്രതിപതന കോണും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അല്ലാതെ 180 മൈനസ് 90 മൈനസ് ഒന്നും ചെയ്യാൻ പോവരുത്. എപ്പോഴും പതനകോണും പ്രതിപതന കോണും സെയിം ആയിരിക്കും. അപ്പം ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണും എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എന്താ ദർപ്പണം എന്ന് പറയുന്നത്? മിറർ. പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലത്തെയാണ് മിറർ അല്ലെങ്കിൽ ദർപ്പണം എന്ന് പറയുന്നത്. ഒരു ദർപ്പണത്തിന്റെ പ്രകാശം പതിക്കുമ്പോൾ പതന രശ്മി അറിയപ്പെടുന്ന പേരാണ് പതന കിരണം അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ, ഇതാണ് ഇൻസിഡന്റ് റേ. അപ്പോൾ എന്താണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്? ഒരു ദർപ്പണത്തിന്റെ പ്രകാശം പതിക്കുമ്പോൾ ദർപ്പണത്തിൽ തട്ടി അത് തിരിച്ചു പോകും അല്ലെ. ഇവിടെ ഇത് തിരിച്ചു പോയി അല്ലെ. ഇതാണ് എന്ത്? റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇതെന്താണ്? നോർമൽ ആണ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മറന്നു പോവല്ലേ, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കാം. ഇനി നോർമൽ അല്ലെങ്കിൽ ലംബം. നമ്മൾ പറഞ്ഞു ദർപ്പണത്തിന്റെ പ്രതലത്തിൽ ലംബമായി പതന ബിന്ദുവിൽ വരയ്ക്കുന്ന രേഖയാണ് ലംബം അല്ലെങ്കിൽ നോർമൽ എന്ന് പറയുന്നത്. ഇനി പതന കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് എന്ത്? പതന കോൺ എന്ന് പറയുന്നത്. അതാ ഈ ഒരു ഏരിയ ആണ് പതന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്, അതെന്തായിരിക്കും? ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള ഈ ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? 60 തന്നെ ആയിരിക്കുമെന്ന് ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ചോദ്യം ഇതാണ്: സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ 1 വസ്തുവിന്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. ഓപ്ഷൻ 2 പ്രതിബിംബത്തിന്റെ വലുപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. ഓപ്ഷൻ 3 പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. ഓപ്ഷൻ 4 വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. എന്തിനെ പറ്റിയാ പറയുന്നേ? കോൺകേവ് മിറർ അല്ല, കോൺവെക്സ് മിറർ അല്ല, സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിററിനെ പറ്റിയാണ് പറയുന്നത്. പ്ലെയിൻ മിറർ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. കൂടുതൽ എക്സ്പ്ലനേഷനിൽ ഒന്നും പോകുന്നില്ല. പ്ലെയിൻ മിററുമായി ബന്ധപ്പെട്ട് സവിശേഷത അല്ലാത്തവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? വസ്തുവിന്റെ വലുപ്പം തന്നെ ആയിരിക്കും അല്ലെ പ്രതിബിംബത്തിനും? ആണല്ലോ. അപ്പൊ ഒന്നാമത്തത് ശരിയാണ്. സവിശേഷത അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ ശരിയാ. രണ്ടാമത്തെ നോക്കിയേ, പ്രതിബിംബത്തിന്റെ വലുപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. അത് തെറ്റാണ് അല്ലേ. രണ്ടും എന്താണ്? സെയിം ആണ്. ഇനി മൂന്നാമത്തെ നോക്കൂ, പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. ശരിയാണോ? ശരിയാണോ? അല്ല. അടുത്ത നോക്കൂ, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. അത് ശരിയാണോ? അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. അപ്പൊ തെറ്റായിട്ടുള്ളത് 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ സമതല നമ്മൾ തെറ്റ് പഠിക്കണോ? വേണ്ട, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പഠിച്ചാൽ മതി. പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? വസ്തുവിന്റെ വലുപ്പം തന്നെ ആയിരിക്കും പ്രതിബിംബത്തിന്. നമ്മളൊരു കണ്ണാടി നോക്കുകയാണെങ്കിൽ നമ്മുടെ വലുപ്പം തന്നെ ആയിരിക്കും കണ്ണാടിയിലും. അപ്പം വസ്തുവിന്റെ വലുപ്പം തന്നെ ആയിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും, ഇപ്പൊ ഞാൻ നിൽക്കുകയാണ്, ഞാനും കണ്ണാടിയും തമ്മിലുള്ള അകലവും അല്ലെങ്കിൽ ആ പ്രതിബിംബം, എന്റെ പ്രതിബിംബവും ആ ദർപ്പണവും കണ്ണാടിയും തമ്മിലുള്ള അകലവും എന്തായിരിക്കും? തുല്യമായിരിക്കുമെന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയോ? അപ്പം 2ഉം 3ഉം മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇനി അടുത്ത നോക്കിയേ, ഉപരിതലം എന്താണ് സമതല ദർപ്പണം എന്നാ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഉപരിതലം സമതലമായ ദർപ്പണത്തെയാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. ഇനി സമതല ദർപ്പണം ഉപയോഗിക്കുന്നത് എപ്പോഴേക്കാണ്? നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി സമതല ദർപ്പണമാണ് അല്ലെങ്കിൽ പ്ലെയിൻ മിറർ ആണ്. അടുത്തത് കാലിഡോസ്കോപ്പ് നിർമ്മിക്കാന്, പെരിസ്കോപ്പ് നിർമ്മിക്കാൻ, സയന്റിഫിക് ഇൻസ്ട്രുമെന്റുകൾ നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ്. ഈ കാലിഡോസ്കോപ്പും അതേപോലെ തന്നെ പെരിസ്കോപ്പിന്റെ നിർമ്മാണം SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഇത് രണ്ടും ഉപയോഗിക്കുന്നത് എവിടെയാണ്? സമതല ദർപ്പണത്തിലാണ് അല്ലെങ്കിൽ പ്ലെയിൻ മിററിനകത്ത്. കേട്ടോ, അതൊന്ന് ഓർത്തിരുന്നോണേ. അങ്ങനെയെങ്കിൽ അടുത്തത്
സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മളിപ്പം പറഞ്ഞു. ദർപ്പണത്തിന് പിന്നിലായി രൂപപ്പെടുന്ന പ്രതിബിംബവും മിഥ്യയും നിവർന്നതുമാണ് അല്ലെ. നമ്മൾ റിയൽ ആയിട്ടാണ് ഇതിൽ കാണുന്നത്, അല്ല തലകീഴായിട്ടാണോ കാണുന്നത്? അല്ല, നേരെ തന്നെ നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് കാണുന്നത്. ചിത്രം ചിന്തിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. മിഥ്യയും നിവർന്നതും വസ്തുവിന്റെ അതേ വലുപ്പവുമായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം ഈക്വൽ ആയിരിക്കും. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിക്കുന്നു. ആവർത്തന പ്രതിബന്ധനം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ പ്ലെയിൻ മിററിനെ പറ്റി ഓർത്തിരുന്നോണം, അതിന്റെ സവിശേഷതകളും ഓർത്തിരുന്നോണം. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? ചോദ്യം ക്ലിയർ ആയോ? ചോദ്യം ഇതാണ്. രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? അപ്പൊ നമ്മൾ ഇവിടെ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് തീറ്റയായിട്ട് കൊടുക്കുകയാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ്. പ്രീവിയസ് ഇയർ 2023 ചോദിച്ച ഒരു ചോദ്യമാണ്, അതും മനസ്സിലിരിക്കുക. അപ്പം ഇവിടെ നമ്മൾ ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് തീറ്റ എന്ന് കൊടുത്തു. ഇനി നമുക്ക് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു സമവാക്യം ഓൾറെഡി ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? n ആണ് പ്രതിബിംബങ്ങളുടെ എണ്ണമെങ്കിൽ n സമം 360 തീറ്റ മൈനസ് 1 ആണ് ആ ഒരു ഇക്വേഷൻ. ക്ലിയർ ആയോ? n ഈസ് ഇക്വൽ ടു 360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യം? ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ വേണം. ഈ ഒരു ഇക്വേഷൻ മനസ്സിലുണ്ടല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോന്നും ചെയ്തു നോക്കാം. ഉത്തരം പറയുന്നില്ല, ഓരോന്നായിട്ട് ചെയ്തു നോക്കി പറയാം. ഒന്നാമത്തത് 90 ഡിഗ്രി ആണ് അല്ലെ. ആദ്യത്തെ കേസ് 90 ഡിഗ്രിയാ പറയുന്നത്. 90 ഡിഗ്രിയിൽ തീറ്റ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയെങ്കിൽ n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? n സമം 360 ഡിവൈഡ് ബൈ 90 മൈനസ് 1. എന്ത് കിട്ടും? 360 ബൈ 90 എന്ന് പറയുന്നത് 4 ആണ് അല്ലെ. 4 മൈനസ് 1 സമം 3 കിട്ടും. ഉത്തരം 3 ആയിട്ട് കിട്ടി. ഇനി രണ്ടാമത്തത് 30. നമുക്ക് ഇത്രയും ചെയ്യണ്ട, ഇത്രയൊന്നും ചെയ്യണ്ട, നമുക്ക് ഓൾറെഡി അറിയാം. 360 ഡിവൈഡഡ് ബൈ 30 എന്ന് പറയുന്നത് 12 ആണ്. 12 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. അടുത്തത് 60 ഡിഗ്രി. 360 ഡിവൈഡഡ് ബൈ 60 മൈനസ് 1 ആണ്. എത്ര കിട്ടും? 360 മൈനസ് 60 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 മൈനസ് 1 ആയിരിക്കും. നമുക്ക് ഉത്തരം എത്ര കിട്ടും? 5 കിട്ടും. അടുത്തത് 45 ഡിഗ്രി ആണ് അല്ലെ. 45 ഡിഗ്രി ആവുമ്പോൾ തീറ്റ 45 ഡിഗ്രി ആണ്. എങ്ങനെയാ ചെയ്യുന്നത്? 360 ഡിവൈഡഡ് ബൈ 45 മൈനസ് 1. എത്രയാണ് ആൻസർ വരുന്നത്? 8 മൈനസ് 1 ആണ് അല്ലെ. 8 മൈനസ് 1 വരും. എത്ര വരും? 7 വരും ആൻസർ. അപ്പൊ നമുക്ക് ഏതൊക്കെ ആൻസർ കിട്ടി? 7 കിട്ടി, 5 കിട്ടി, 11 കിട്ടി, 3 കിട്ടി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? രണ്ട് സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബങ്ങൾ ലഭിക്കുക? ഇതിനകത്ത് 3 ആണോ 5 ആണോ 7 ആണോ 11 ആണോ വലുത്? 11 ആണല്ലോ വലുത്. 11 ആണ് വലുത് അല്ലെ. നമുക്ക് കിട്ടിയ 11 ആണ് വലുത്. അപ്പം ഏത് ഡിഗ്രിയിൽ വെച്ചായിരിക്കും കൂടുതൽ കിട്ടുന്നത്? 30 ഡിഗ്രിയിൽ വെച്ചായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഉത്തരം ഏതാ? ഓപ്ഷൻ ബി 30 ഡിഗ്രി ആണ്. ക്ലിയർ ആയോ എങ്ങനെയാ ചെയ്തേന്ന്? n is equal to 360 by theta minus 1 ചെയ്താൽ മതി. അപ്പൊ ആദ്യം കിടക്കുന്നത് 90 ആണ്. 90 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 90 മൈനസ് 1 ചെയ്യുമ്പോൾ 360 ഡിവൈഡ് ബൈ 90 എന്ന് പറയുന്നത് 4 ആണ്. 4 മൈനസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. 30 ആവുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 30 മൈനസ് 1 ആണ്. അപ്പൊ 12 മൈനസ് 1 എന്ന് കിട്ടും. 11 ആണ്. അങ്ങനെ ഓരോന്ന് ചെയ്താൽ മതി. ലാസ്റ്റിലോട്ട് വരുമ്പോഴൊന്നും നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് അല്ലാതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പൊ എത്രയാണ്? 30 ഡിഗ്രി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് നോക്കാം 30 ഡിഗ്രി ആണോ? 30 ഡിഗ്രി ആണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി 30 ഡിഗ്രി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എങ്ങനെയാണെന്ന് ഓർത്തിരിക്കുക. പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1 ആണ്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആ കോൺ അളവിന്റെ അല്ലെങ്കിൽ ആ രണ്ട് കോണുകളിലും തമ്മിലുള്ള ആ ഒരു അളവിനെയാണ്. ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്?
സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറുകളായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം. ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. ഏതാണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? സി ആണോ? അല്ല. ഏതാണ് അപ്പം ശരിയായിട്ടുള്ള ഉത്തരം? കോൺവെക്സ് ലെൻസ് ആണ്. ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണമാണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺവെക്സ് ലെൻസ് അല്ല, കോൺവെക്സ് മിറർ, കോൺവെക്സ് ദർപ്പണമാണ് ശരിയായിട്ടുള്ള ഉത്തരം. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറുകളായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ്. അപ്പൊ എന്താണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്? പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെയാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. ഈ ഗോളീയ ദർപ്പണങ്ങൾ രണ്ടു തരത്തിലുണ്ട്. കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും, അല്ലെങ്കിൽ കോൺകേവ് മിററും കോൺവെക്സ് മിററും. ഇനി ദർപ്പണവും അതിന്റെ ഉപയോഗവും പ്രത്യേകതയുമാണ് പറയുന്നത്. കോൺവെക്സ് ദർപ്പണം എടുക്കുകയാണെങ്കിൽ കോൺവെക്സ് ദർപ്പണങ്ങൾ എവിടേക്കാണ് ഉപയോഗിക്കുന്നത്? ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്ത് ഇഷ്ടം പോലെ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. റിയർ വ്യൂ മിററില്, സ്ട്രീറ്റ് ലൈറ്റുകളില്, റിഫ്ലക്ടറുകളില്, സൺഗ്ലാസുകൾ നിർമ്മിക്കാൻ എല്ലാം ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്, അല്ലെങ്കിൽ കോൺവെക്സ് മിറർ ആണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണെന്ന് ഓർത്തിരിക്കാം. ചെറുതും മിഥ്യയും നിവർന്നതും കൂടുതൽ വിസ്തൃതി ലഭ്യമാകുന്നതുമായ പ്രതിബിംബമാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അത് എവിടേക്കാ ഉപയോഗിക്കുന്നത്? റിവർ വ്യൂ മിററില്, സ്ട്രീറ്റ് ലൈറ്റുകൾ, റിഫ്ലക്ടറുകളായിട്ട്, സൺഗ്ലാസുകൾ നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, കോൺകേവ് ദർപ്പണം. കോൺകേവ് ദർപ്പണം എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഷേവിംഗ് മിറർ, ടോർച്ചിലെ റിഫ്ലക്ടർ, സോളാർ കുക്കറിൽ, സിനിമ പ്രൊജക്ടറുകളിൽ, മേക്കപ്പ് മിററില്, ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റുകളില്, കാറിലെ ഹെഡ്ലൈറ്റിലെല്ലാം ഉപയോഗിക്കുന്നത് ഏതാണെന്ന് അറിയാമോ? കോൺകേവ് ദർപ്പണമാണ്. അപ്പം കോൺകേവ് ദർപ്പണം എവിടേക്കാണ്? ഷേവിംഗ് മിറർ, ടോർച്ചിലെ റിഫ്ലക്ടർ, സോളാർ കുക്കർ, സിനിമ പ്രൊജക്ടറുകൾ, മേക്കപ്പ് മിറർ, ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ്, കാറിലെ ഹെഡ്ലൈറ്റ്, ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. അങ്ങനെയെങ്കിൽ കോൺകേവ് ദർപ്പണത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ്. മറ്റേത് നമ്മൾ പറഞ്ഞായിരുന്നു കോൺവെക്സ് ആവുമ്പോൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്നതാണ്. കോൺകേവ് ആവുമ്പോൾ പ്രതിപതന തലം എങ്ങോട്ടാണ്? അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ്. പ്രതിബിംബം യഥാർത്ഥമാണ്, മിഥ്യയാണ്, നിവർന്നതാണ്, തലകീഴായതാണ്, വസ്തുവിന്റെ അതേ വലുപ്പം, വസ്തുവിനേക്കാൾ വലുത്, വസ്തുവിനേക്കാൾ ചെറുത് എന്നിവ ആകുന്നതാണ് കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും പഠിച്ചിരിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഒരു ചോദ്യമാണ്, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? വക്രത ആരം നമുക്ക് തന്നിട്ടുണ്ട് 40 ആണ്. വക്രത ആരം എന്ന് പറയുന്നത് 6 ആണ് അല്ലെ? റേഡിയസ് 20 സെന്റിമീറ്റർ ആണ്. 40 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 6 എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. വക്രത ആരം 40 സെന്റിമീറ്റർ. ഇനി ഇതിനകത്തുനിന്ന് ഫോക്കസ് കണ്ടുപിടിക്കണമല്ലോ. ഫോക്കസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? F=R/2 ആണ്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. R എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ബൈ 2 ആണ് എങ്കിൽ എത്ര ആണ്? 20 സെന്റിമീറ്റർ ആണ്. അന്നേരം ഓർത്തോണം, ഓടിപ്പോയി 20 മീറ്റർ ഒന്നും ബബിൾ ചെയ്യരുത്. അതിനകത്ത് സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എത്ര ആണ്? ഓപ്ഷൻ ഡി ആണ്, 20 സെന്റിമീറ്റർ ആണ്. മിക്കവാറും ഉള്ളവരെല്ലാം ഇങ്ങനെ തെറ്റിക്കുന്നത്, അത് ശ്രദ്ധിക്കത്തില്ല. ഓപ്ഷനകത്ത് നമുക്ക് ഏതാണോ യൂണിറ്റ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനകത്ത് ഏതാണോ യൂണിറ്റ് തന്നിരിക്കുന്നത് അത് വേണം ഓപ്ഷനിലും ആക്കാൻ വേണ്ടി. ക്ലിയർ ആയോ? ആ ഒരു യൂണിറ്റ് സെയിം ആണോ എന്ന് നോക്കിക്കോണം. അപ്പൊ ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ് എങ്കിൽ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ F=R/2 ചെയ്താൽ മതി. ഇവിടെ 40/2 ആണ്, 20 സെന്റിമീറ്റർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി 20 സെന്റിമീറ്റർ. F=R/2 എന്നതാണ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനുള്ള സമവാക്യം. ലെൻസിന്റെ ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, ഇത് മിററിന്റെ ആണ്. അടുത്ത ചോദ്യം ഇതാണ്, സാധാരണ TV റിമോട്ട് കൺട്രോളറിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ. ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് രശ്മികൾ, ഓപ്ഷൻ ബി അൾട്രാവയലറ്റ് രശ്മികൾ, ഓപ്ഷൻ സി ഗാമ കിരണങ്ങൾ, ഓപ്ഷൻ ഡി മൈക്രോവേവ് കിരണങ്ങൾ. സാധാരണ TV റിമോട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്?
ഓപ്ഷൻ എ ഇൻഫ്രാറെഡ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പൊ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് അല്ലെങ്കിൽ രശ്മികൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്രാറെഡ് റേസ് എന്ന് പറയുന്നത് അതിനെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നു. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഉപയോഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് രാത്രി കാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കണ്ണടയില്, TV റിമോട്ടില് വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? ഈ ഇൻഫ്രാറെഡ് രശ്മികളാണ് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം ഹെർഷൽ ആണ്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹെർഷൽ. എക്സ്റേ കണ്ടെത്തിയത് ആരാണ്? 1895 വില്യം റോഡ്സൺ ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സ്റേ കണ്ടെത്തിയത് 1895 വില്യം റോഡ്സൺ ആണ്. വില്യം റോഡ്സൺ. റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ചോദ്യം ഇതാ, റേഡിയോ സംപ്രേഷണം എന്ന ആശയം ആദ്യമായിട്ട് ഉപയോഗിച്ച അല്ലെങ്കിൽ ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ JC ബോസ് ആണ്. JC ബോസ് ആണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തത് ഇൻസാറ്റ് വികിരണങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇൻസാറ്റ് വികിരണങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബോലോമീറ്റർ ആണ്. ബോലോമീറ്റർ. ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ മൈക്രോ തരംഗങ്ങൾ എന്താണെന്ന് നോക്കിയേ. ആധുനിക റഡാർ, മൊബൈൽ ഫോൺ, TV എന്നിവയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ്. മൈക്രോവേവിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളും ഏതാണ്? മൈക്രോ തരംഗങ്ങളാണ്. ഗാമാ കിരണമോ? ഗാമാ തരംഗങ്ങൾ അല്ലെങ്കിൽ ഗാമാ റേസ് വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ആവൃത്തി കൂടിയതും ഊർജം കൂടിയതും തരംഗ ദൈർഘ്യം കുറഞ്ഞതുമായ കിരണമാണ് ഗാമാ കിരണം. ജൈവ കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന കിരണമാണ്. അണുവിസ്ഫോടനം നടക്കുമ്പോൾ ധാരാളമായി പുറത്തു വരുന്ന കിരണം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഗാമാ കിരണമാണെന്ന് ഓർത്തിരിക്കാം. അടുത്ത എക്സ്റേ കിരണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ റിവിഷൻ സീരീസ് ആണെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എക്സ്റേ കിരണം എന്ന് പറയുന്നത് ഭാഗങ്ങളിലൂടെ തുളച്ചു കയറാൻ കഴിവുള്ള കിരണമാണ് അല്ലെ. നമ്മൾ ഓടി കൊണ്ടോ എന്നൊക്കെ നോക്കുന്ന എക്സ്റേ വഴിയാണ്. അപ്പൊ എല്ലുകളുടെ ക്ഷതം, വ്യവസായ മേഖലകളുടെ പൈപ്പുകളുടെ വിള്ളൽ എന്നിവ അറിയുന്നതിന് സഹായിക്കുന്ന കിരണം ഏതാണ്? എക്സ്റേ ആണ്. ശരീരത്തിലെ അമിത പ്രയോഗം DNA വിഘടിപ്പിക്കുന്നതിനാൽ ക്യാൻസറിന് കാരണമാകുന്ന കിരണമാണ് എക്സ്റേ കിരണം എന്ന് പറയുന്നത്. അടുത്ത ഒരു ചോദ്യം ഇതാണ്, അൾട്രാവയലറ്റ് രശ്മിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? അൾട്രാവയലറ്റ് രശ്മിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓപ്ഷൻ 1, സൂര്യാഘാതം ഉണ്ടാകുവാൻ കാരണമാകുന്ന കിരണം. ഓപ്ഷൻ 2, ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. 3, കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. 4, ശരീരത്തിൽ വിറ്റാമിൻ D ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം. ഇതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അൾട്രാവയലറ്റ് രശ്മികളുടെ ഉപയോഗം എന്തൊക്കെയാണ്? 1, സൂര്യാഘാതം ഉണ്ടാകുവാൻ കാരണം, ഉപയോഗമല്ലേ. അൾട്രാവയലറ്റ് രശ്മികൾ കൊണ്ടുള്ള കാരണങ്ങളാണ് പറയുന്നത്. 1, സൂര്യാഘാതം ഉണ്ടാകുവാൻ കാരണമാകുന്ന കിരണമാണ്. 2, ഒരു പ്രയോജനമാണ്. ജലം ശുദ്ധീകരിക്കാൻ, ജലത്തിലുള്ള മൈക്രോബാക്ടീരിയസിനെ ഒക്കെ നശിപ്പിച്ചുകൊണ്ട് ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാവയലറ്റ് രശ്മി. കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അൾട്രാവയലറ്റ് രശ്മി. ശരീരത്തിലെ വിറ്റാമിൻ D ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം ഏതാണെന്ന് ചോദിച്ചാൽ അതും അൾട്രാവയലറ്റ് രശ്മിയാണ്. അപ്പൊ ഓപ്ഷൻ D എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? ഇത്രയും കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഒരു വാസ്റ്റ് ആയിട്ടുള്ള പോർഷനകത്ത് നമ്മൾ അത് ഫാക്ട്സ് കൂടി ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ആ ഫാക്ട്സ് ആയിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് SCRT ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ PDF ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഇമ്പോർട്ടന്റ് ആയിട്ട് വായിച്ചു നോക്കുക. എല്ലാം 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ടെക്സ്റ്റ് ബുക്കിനകത്തും പ്രകാശം അല്ലെങ്കിൽ പ്രകാശ വിസ്മയങ്ങൾ എന്നിങ്ങനെയൊക്കെ പറയുന്ന എല്ലാ പാഠങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ബോക്സസും എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു PDF ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ നോക്കി, സുതാര്യ വസ്തു, അതാര്യ വസ്തു, അർദ്ധധാര്യ വസ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം മാത്രമാണ്. പ്രതിപതനം ഒക്കെ ഇതെല്ലാം നമ്മൾ സമതല ദർപ്പണത്തിനകത്ത് എങ്ങനെയാണ് പതനകോണ്, പ്രതിപതനകോണ്, ഇനി അതെങ്ങനെയാണ് പ്രതിപതന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന്. പതനകോണിന്റെയും പ്രതിപതന കോണും തുല്യമായിരിക്കും. അത് വെച്ചാണ് നമ്മളൊരു ചോദ്യം ചെയ്തത്. പതനകോൺ 60 ഡിഗ്രി ആണ്, പ്രതിപതന കോൺ 60 ഡിഗ്രി ആയിരിക്കും. ഇനി പതനകോൺ 30 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലെ.
അതേപോലെ തന്നെ വസ്തുക്കളെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? പാർശ്വവിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ എന്താണ്? സമതല ദർപ്പണത്തിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ. ഇങ്ങനെ തന്നെ നമ്മൾ ആ ഫാക്ട്സിനകത്ത് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇതെല്ലാം വായിച്ചു നോക്കുക. അതാ F=R/2 ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. 2023 ചോദിച്ച ചോദ്യമാണിത്. ഇതാണ് നമ്മൾ ഇതേപോലെ ഒരു ചോദ്യമാണ് നമ്മൾ മുമ്പ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പം ഇതെല്ലാം നിങ്ങൾ കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ, ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ, ഡോക്ടർമാരുടെ ഹെഡ് മിറർ, സിനിമാ പ്രൊജക്ടറുകൾ, ഇതെല്ലാം നമ്മളിപ്പം പറഞ്ഞ് ഇങ്ങോട്ട് വന്ന കാര്യമാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്നാലും കണ്ടേ പ്രതിബിംബങ്ങളുടെ എണ്ണം n=360/θ-1. ഇത് നമ്മളിപ്പം ചെയ്തല്ലേ. ഇതിനകത്ത് നിങ്ങളുടെ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടെത്താൻ വേണ്ടിയാണ് SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തേക്കുന്നത്. അതിന്റെ സമവാക്യം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ദർപ്പണങ്ങൾ, അവയുടെ സവിശേഷതകൾ, കാർട്ടീഷ്യൻ ചിഹ്നരീതി, അതേപോലെ തന്നെ അടുത്ത ഒരു ചോദ്യം വന്നിട്ടുണ്ട്. പ്രതിബിംബം ലഭിക്കുന്നു, ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണ്ടെത്താൻ. ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ മാധ്യമവും പ്രകാശവേഗവും ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? അത് ഏറ്റവും കൂടുതൽ എവിടാണ്? കുറവ് എവിടാണ്? പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ എവിടാണ്? ശൂന്യതയിലാണ്. ഏറ്റവും കുറവ് വജ്രത്തിലാണ്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ എവിടാണ്? വജ്രത്തിലാണ്. ഏറ്റവും കുറവ് എവിടാണ്? ശൂന്യതയിലാണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാലും നിങ്ങൾക്കൊന്ന് വായിക്കാൻ വേണ്ടിയാണ് ഈ SCERT ടെക്സ്റ്റ് ബുക്ക് ആഡ് ചെയ്യുന്നത്. PDF നമ്മുടെ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മറക്കാതെ നിങ്ങളൊന്ന് വായിക്കുക. ഇതിന്റെ കൂടെ തന്നെ വരുന്ന മറ്റു കാര്യങ്ങളാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം, അപവർത്തനം. പെൻസിൽ ഒരു ഗ്ലാസ്സിനകത്ത് നാണയം മുക്കുമ്പോൾ അത് നമുക്ക് കുറച്ച് മാറി ചലനമാറ്റം ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ പെൻസിൽ ഒടിഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതിന്റെയൊക്കെ കാര്യം അപവർത്തനം എന്നൊക്കെ നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വിസരണം അതെല്ലാം നമ്മൾ പറഞ്ഞാണ്, വികിരണം ഒക്കെ നമ്മൾ പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ വീണ്ടും ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യാത്തത്. കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. ഇതൊരു റിവിഷൻ സീരീസ് ആയിട്ടാണ്. അപ്പം ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്, ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയാണ് എന്നെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നിങ്ങളൊന്ന് വായിക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. ഈ SCERT ടെക്സ്റ്റ് ബുക്കിന്റെ നോട്ട്സ് നിങ്ങളുടെ PDF PSC ഇൻഫ്ലുവൻസർ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാവരും വീഡിയോ ക്ലാസ് കാണുക, PDF നോട്ട്സ് കൃത്യമായിട്ട് വായിക്കുക. ദെൻ പോൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. പോൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ക്ലാസ്സിന് താഴെ PDF നോട്ട്സ് അപ്ലോഡ് ചെയ്യും. PDF നോട്ട്സിന് തൊട്ട് താഴെ തന്നെ ഇത് രണ്ടും പിൻ ചെയ്ത് വെച്ചേക്കും. അതിന് തൊട്ട് താഴെ തന്നെ നമ്മുടെ പോൾ വർക്കൗട്ട് എക്സാംസ് കാണും. അതാണ് പോൾ വർക്കൗട്ട് എക്സാം ആയിട്ടാണ് നടത്തുന്നത്. പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.